നമ്മളിന്ന് ഒരു വെറൈറ്റി കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വെജിറ്റബിൾ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇനി ആരും വിഷമിക്കേണ്ട. വെജിറ്റബിൾ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇനി കൂട്ടുകാർക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഉള്ളിയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ തീരെ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്കിതേപോലെ നമ്മുടെ സവോള എടുത്തിട്ട് ഒരു മീഡിയം സൈസിലാണെങ്കിൽ അതൊന്ന് ഒരു നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിലുള്ള ആ റൂട്ട് കൂടെ നമുക്കതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം നമുക്കത് പീസാക്കി എടുക്കാൻ. അങ്ങനെ ഞാനിപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ പെറ്റൽസായിട്ട് ഇളക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിങ്ങനെ ഇളക്കണ്ട, ഇത് ചൂട് ആകുമ്പോൾ ഇത് തന്നെ അങ്ങ് ഇളകി വീണുള്ളും. ഇനി നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് എണ്ണ അങ്ങ് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ സവാള നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴച്ചെടുക്കണം. ഇനിയിപ്പം മഴക്കാലമൊക്കെ വന്നു കഴിയുമ്പോൾ ട്രോളിംഗ് നിരോധനമൊക്കെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ കറിയൊന്നും വെക്കാനായിട്ട് മീനൊന്നും കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിനി ലാസ്റ്റ് ഉപ്പ് ചേർക്കുമ്പോൾ ഇത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് നിറമൊന്നും മാറി ബ്രൗൺ നിറമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ഉള്ളിൽ നിന്ന് എല്ലാം ഇളകി വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഉള്ളി ഇങ്ങനെ കോരി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഭാഗം നമ്മളതിൽ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ അത്രയും ഉള്ളിയുടെ കൂടെ നമുക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത്, ഒരു 7-8 അല്ലി വെളുത്തുള്ളി, 5-6 കാജു നട്ട്സ്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2-3 വറ്റൽമുളക്, ഇത്രയും ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതങ്ങ് അടച്ചു വെച്ച് നമുക്കതൊന്ന് വെള്ളമൊക്കെ വറ്റുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് തണുത്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ഈ തണുത്ത് കഴിയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതെല്ലാം അങ്ങ് മാറ്റി കൊടുക്കാം. ഇപ്പം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ എടുത്ത ആ പാൻ തന്നെയാണ്. ആ പാനിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം അങ്ങ് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് വേണം. തവ നന്നായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ്, നമ്മുടെ ഉലുവ ഇല ഉണക്കിയതാണ്. അപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ ആരും ചേർത്ത് കൊടുക്കണ്ട. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള മസാലയും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ച് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് എടുക്കണം. അപ്പോൾ ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയുടെയൊക്കെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് ആ വെള്ളമൊക്കെ വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തത്. ഇനി നമുക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്. അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കയ്യിലുള്ള മസാല ഏതായാലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിരുന്ന ആ സവാളയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രഷ് ക്രീം കയ്യിലില്ലെങ്കിൽ നമ്മൾ പാല് കാച്ചുമ്പോൾ അതിൻ്റെ പാട വരുമല്ലോ, അത് നമ്മൾ 1-2 ദിവസത്തെ എടുത്ത് വെച്ചിരുന്നിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ആയാലും മതി, അത് ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട്
അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള പാലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഈ ചേർത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ ഉള്ളി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് 1 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി കറിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിയുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ചപ്പാത്തിയുടെ കൂടെ ഇനി എന്ത് കറി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട. ഈ കറി മതി. ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.